വെൽക്കം ബാക്ക് ടു ചാനൽ. അങ്ങനെ ഗൈസ് നമ്മൾ കണ്ണൂർ വന്നിട്ടുള്ള അടുത്തൊരു ദിവസമാണ് ഗൈസ് ഇത്. നമ്മൾ വന്നിട്ട് 2-3 ദിവസം, അതായത് ഇത് 3ാമത്തെ ദിവസമാണ്. വന്ന ദിവസം നമ്മൾ ഒരു ഉച്ചയ്ക്ക് എത്തിയ ഭക്ഷണമൊക്കെ കഴിച്ച് ഫുൾ റെസ്റ്റ് ഒക്കെ എടുത്ത് അന്ന് ഷോപ്പിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്ത് പിറ്റേ ദിവസം നമ്മൾ തെയ്യം കാണാൻ വേണ്ടിയിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോ ഇറങ്ങി പോയി. അത് അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറൈറ്റി ദിവസം. ശരിക്കും കണ്ണൂര് ഫുള്ള് കണ്ട പോലെ അല്ലെ, തെയ്യം എന്നല്ലേ മെയിൻ ആയിട്ട് പറയാം. ഇന്ന് നമ്മൾ കണ്ണൂരുള്ള നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ വേണ്ടി പോവാണ്. മെയിൻ ആയിട്ട് ഞങ്ങൾക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പെറ്റ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇതിലിപ്പോ നമ്മള് മാത്രമേ ഉള്ളൂ കേട്ടോ. മുന്നിൽ അമലേട്ടനും ജുൻകായും ഷൈനും പിന്നെ കസിൻസും കൂടെ മുന്നിൽ പോകുന്നുണ്ട്. ഞങ്ങൾ 4 ആളും കൂടെ ബാക്കിൽ വരണം. ഞങ്ങൾ നാലാള് മാത്രം ഈ കാറിൽ കയറിയ സമയത്ത് പൊതുവെ ഞങ്ങൾ 4 ആളും അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാറ്. അതുകൊണ്ട് ഒരു ഫുൾ നൊസ്റ്റു. ഇത് ഞാൻ അങ്ങനെ ആലോചിക്കുക, നമ്മള് 4 പേര് മാത്രമായിരുന്നില്ലേ. അപ്പൊ ശ്രീ പറയാ ബാക്കി 2 പേര് ഇവിടെ നിന്നൊക്കെയോ അല്ല, ഞാനെന്താ ഉദ്ദേശിച്ചേ, പണ്ട് നമ്മള് 4 പേരാണ് കൊറേ ഇങ്ങനെ കറങ്ങലേ. പിന്നെ 2 പേര് നമ്മള് 2 പേരും കൂടി വന്ന് പിന്നെ നമ്മള് 6 പേര് ആൾക്കാരും കൂടെ വന്നപ്പോ പിന്നെ നമ്മള് ലാസ്റ്റ് കണ്ണൂർ ബ്ലോഗ് ഇട്ടപ്പോ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെറ്റ് സ്റ്റേഷൻ കാണാൻ. അപ്പൊ ആ പെറ്റ് സ്റ്റേഷനാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ എത്തിയിട്ട് ശ്രീ പാമ്പിനൊക്കെ കയ്യിലെടുക്കും, തലയിലെടുക്കും. ഷാമീന് തോളിലിട്ട് കൊടുക്കും പാമ്പിന്. അതിന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അത് എടുക്കില്ലാന്ന് കഴിച്ച് ഞാൻ ഇവിടുത്തെ പറയാം. പിന്നെ പൂച്ചനെ എടുക്കണം, കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കണമെന്നുണ്ട്. എനിക്ക് പൂച്ചനെ എടുക്കണം, നല്ല ആഗ്രഹമുണ്ട്. പൂച്ച അപ്പൊ നല്ല തൊപ്പ പൂച്ചയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനെടുക്കണം. പിന്നെ പറക്കുന്ന അണ്ണാനെ കാണാൻ എനിക്ക് ഭയങ്കര എനിക്കുണ്ട്. എനിക്ക് മറ്റേ ഇതിനെയാ വേണ്ട, നായ്ക്കുട്ടി. മറ്റേ ഏത് അറിയോ, ഗോൾഡൻ റിട്രീവർ. മറ്റേ ഇതില്ലാത്ത വേണം, തൊപ്പയില്ലാത്ത ഗോൾഡൻ. തൊട്ട് നോക്കാൻ തൊപ്പുള്ളത് എടുത്തായിക്കോട്ടെ, അല്ലാതെ 7:30 പെറ്റ് സ്റ്റേഷൻ പോട്ടോ. അതിന്റെ മുന്നേ പെറ്റിനൊക്കെ കാണണം. അതിനുള്ള ഓട്ടമാണിത്. ഇവിടെയുള്ള വഴികളൊക്കെ കാണാൻ നല്ല രസം. ഒരു എന്താ പറയാ, ഒരു ഗ്രാമീണ ഫീൽ അല്ലേ. അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ എത്തി ഗൈസ്. ആദ്യം തന്നെ നമ്മൾ കാണുന്ന എന്തിനാ അറിയോ, കുതിര ഗൈസ്. നല്ല ഭംഗിയുണ്ട്, പക്ഷെ കുറച്ച് നല്ല ഇതിലല്ല നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് പോണില്ല ഗൈസ്. അഞ്ചു കൊടുക്കുന്നോ? ആ, ചെറുതായിട്ട് കൊടുക്ക്. ഗൈസ്, വേറൊരു സാധനം ഇവിടെ. ഇതിന്റെ എന്താ ടെഗോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് ഗൈസ്. ഇത് നോക്ക്, അതൊന്ന് പേടിച്ചതാണ്. അല്ല, വേറൊരു കാര്യം കാണിച്ചു തരാം. പുറത്തൊക്കെ പലരും ഇറങ്ങി നടക്കുന്നുണ്ട്. നമ്മൾ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഗൈസ് ഇവിടെ. ഇത് റിയൽ അല്ലേ? അത് റിയലാ. തലയില് തൊപ്പിയൊക്കെ വെച്ച ഒരു താറാവുണ്ട് ഗൈസ് അവിടെ. ഇത് നോക്ക് ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ മീനിനെ കാണുന്നത്. അരാപ്പയ്മ ഗൈസ്, അരാപ്പയ്മന്റെ വലിപ്പം കാണിച്ചിട്ടെ. അരാപ്പയ്മ വേഴ്സസ് സഞ്ചി. അമ്മേ, 20 കൊല്ലം ഒരു മീനിന്റെ ലൈഫ് സ്പാൻ. ബംഗാളല്ലേ, എനിക്കറിയില്ലേ. പുലിനെ പോലെ ഉണ്ട്. കുറച്ച് ആറ്റിറ്റ്യൂഡ് ഉള്ള ആളാണ് ഗൈസ്. ആ, അമലേട്ടന്റെ അടുത്തേ വരുന്നുണ്ട്. കാര്യമായിട്ട് ക്ഷണിച്ച് വരുത്തിയതല്ലേ. ഹായ്, നൈസ് ടു മീറ്റ് യു. ഇവിടുത്തുകാരല്ല, ഇതാണ് ഇവിടെ നാട്ടുകാരെ. ഞങ്ങൾ കോഴിക്കോട് ഞങ്ങൾ നിങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നതാണോ?
ഒരാളവിടെ ഫുഡ് കഴിക്കുന്നത് തിരക്കില്ല, ഒരാളിവിടെ കഥ കേട്ടോണ്ടിരിക്കുക. രണ്ടുപേരും ബിസിയാണ്. ആ ചെറുതൊക്കെ സൗത്ത് ആഫ്രിക്കയിലെ ലവ് ബേർഡ്സ് ആണ് കഴിച്ചത്. ഈ രണ്ടെണ്ണം ഇരിക്കുന്നത് സ്നേഹപ്രകടന. അത് അത് ഈയല്ലേ? അയ്യോ എന്ത് രസാ, പച്ച, നല്ല പച്ച, നല്ല പച്ച. അത് ഇയാളെ നമ്മുടെ വരുന്ന ഈ ഏരിയ മൊത്തം തത്തയാ കഴിച്ചു. ഒരാളെന്നെ കടിക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. ഗ്ലാസ് ആയതുകൊണ്ട് ഞാൻ ധൈര്യത്തിൽ കൈവച്ചതാ. പ്രാവ് അതിന്റെ ചെറിയ സൈസ് പോലെ ഉണ്ട്. ഡയമണ്ട് ആവും നാട്ടോ അതിന്റെ പേര്. നല്ല രസമുണ്ട്. കൂടൊക്കെ ഉണ്ടായിന്. ഇതാ കൂട്ടില് കുഞ്ഞൊക്കെ തൊപ്പല്ല. ഒരു സാധനം കാണിച്ചാ ഒന്ന് ഓടി കളിക്ക്. പശുക്കുട്ടി ഒന്ന് ഓടി കളിക്ക്. ഇപ്പൊ ഒരു റൗണ്ട് ഇങ്ങനെ ഓടി കളിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വിളിച്ച സമയത്ത് നേരെ ഇങ്ങോട്ട് വന്ന. അപ്പൊ ഇത് ഫസ്റ്റ് അവിടെ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നേ. അപ്പൊ നമ്മളിങ്ങനെ വിളിച്ചു അപ്പൊ ഓടി ഉണ്ട സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഓടി രണ്ടൊട്ടകം. ഒട്ടകത്തെ തൊട്ട് കളിക്കരുത്. നമ്മളിവിടെ ഒരു ആടിനെ കണ്ടിട്ടോ. ബാർബറി കോട്ടാണ്. ഒറിജിനൽ ഇന്ത്യ പെറ്റ് നെയിം പാത്തു. ഇവിടെ നമുക്കൊരു പാത്തു ഉണ്ട്. എടാ എന്റെ പാത്തു ജേക്കബ് ആടിനെയാണ് വിളിക്കുന്നത് ഗൈസ്. അയ്യോ ഷാമിയല്ലേ ഇരിക്കുന്നത്. എന്നാ നിങ്ങൾക്ക് പെറ്റ് സ്റ്റേഷനിൽ വരേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ നിന്ന് കണ്ടാ പോലെ. ഇത് ബാക്കിയുള്ളവരും കൂടി കാണാൻ. ഒരു പാത്തു എന്ന് പറഞ്ഞ കൊറേ നേരം കളിയാക്കി. ഇങ്ങോട്ട് വാ. ഇത് ഭയങ്കര ഇണങ്ങിയതാണ് ഗൈസ്. ഇവിടെ വന്ന് കൊറേ നേരം ഇങ്ങനെ ഒഴിഞ്ഞേരം കാത്തു. ഇത് സ്ക്വിറൽ മങ്കിയാണ് കേട്ടോ. ഭയങ്കര ചോട്ട. പ്രാണിനെ പിടിക്കാൻ വന്നത്. അത് പ്രാണി പുറത്താ. കഴുത്ത് പുറത്തിട്ട് ലൈൻ എനിക്ക് തോന്നുന്നത് അതിന്റെ ലൈൻ അത് ഒന്ന് പോയി നോക്കുന്നോ? പാത്തുവിനെ ഒന്ന് പാത്തു നോക്കിട്ട് പാത്തു നോക്കിട്ട് വരാം. തൊട്ടോ അടിക്കൊന്നുമില്ല. ഓ പാവളോ. ആ വലയേട്ടനതാ തത്തേനെടുത്ത് മേല് വെച്ചിട്ട്. അതിന് പേടിയുണ്ട്. ഞാനടുത്ത് നല്ല എല്ലാരും കണ്ടോളൂ. ഹായ് ഹായ്. നടന്നു പോകുന്നേ ഗൈസ്. ഇവിടെ ഒരു കുളിച്ചിട്ടുണ്ട്. ആൽബിനോ കൊയ്പ്പോ. ആൽബിനോ കൊയ്പ്പ് കുളിക്കാണ് ഗൈസ്. കയ്യൊക്കെ ഞാൻ മേലെ വെച്ച് ഇറക്കിണ്ട്. കുളിക്കാം കുളിക്കാം. വലിയ നേരത്തെ കണ്ടതിന്റെ വലിയ മീൻ നല്ല രസമുണ്ട്. നമുക്ക് വേണേ ഫീഡ് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് ധൈര്യമില്ല. കൊറേ നേരമില്ല. അത് കൂടി കഴിഞ്ഞതാ കണ്ടോ. വെച്ചായിരിക്കില്ല. ഇവർക്ക് ചിലപ്പോ ശരീരം ഭയങ്കര ചൂടായിരിക്കും അല്ലേ? രാത്രി മേലേക്ക് കിടക്കാൻ പോവാ. ഉറങ്ങാം.
ഗൈസ് ഇതെന്താ സാധനം ഞാൻ കാണൂടാ, പക്ഷെ നോക്കാതെ കളിക്കുന്നത് വീർപ്പിക്കുന്നേ. ശ്വാസം വിടുകയാണോ? ഇങ്ങനെയോ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നോക്ക്, കളേഴ്സായിട്ടുള്ള മീന്. ഇത് ഈ കളറല്ല ഗൈസ്, ഇത് ഇങ്ങനെയാ വരുന്നത്. കാണിച്ചാ ഇതൊക്കെ ഈ പച്ചക്ക് പച്ച കണ്ണാട്ടോ, ഈ മഞ്ഞക്ക് പച്ച കണ്ണാട്. ഭയങ്കര രസമാണിത്. ഒരു കുഞ്ഞു കുഞ്ഞു എല്ലാരും ഭയങ്കര അടക്കത്തിലും ദുഃഖത്തിലും നല്ല പോണുള്ളു ഗൈസ്. കയ്യിലെ ചാട് നോക്ക്, കയ്യിലെ ചാട് നോക്ക്. വാടാ, വാ 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 വാ. അതേ വീട്ടിൽ കൊണ്ടുപോവാ. കയ്യില് പറക്കുന്ന അണ്ണാണ് എടുത്തിരിക്കുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ്. ആ ഷാമി കയ്യിലെടുത്തിരിക്കുന്നത് എങ്ങനെയുണ്ട്? ചെറുത്ത് ഈ കയ്യിലെടുക്കുന്നോ? എനിക്ക് പേടിയാ. ചെറിയൊരു കുഞ്ഞി നഖമുള്ളൂ. നമ്മള് വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ഞങ്ങളെല്ലാരും കൂടെ ഒന്ന് ബൈക്ക് റൈഡ് പോവാണ് ഗൈസ്. സമയം ഇപ്പൊ 11:15 വെറുതെ ഒന്ന് ഇവിടെ ഇങ്ങനെ കറങ്ങി വരാച്ചിട്ട് മൂന്ന് ബൈക്ക് എടുത്തിട്ട് പോവാണ് ഗൈസ്. അപ്പൊ നമുക്ക് പോവാം ഗൈസ്, നമുക്കൊന്ന് ഇവിടെ മൊത്തം കറങ്ങി വരാം. ഓക്കെ, 5 അമ്പലത്തെ ഈ ബൈക്കിൽ കയറിയിട്ടുണ്ട്. ജൂനും ഷാമി ഈ ബൈക്കില്, ഞാനും സലു ഈ ബൈക്കിൽ കയറും. ഗൈസ് അങ്ങനെ നമ്മളിത് ബൈക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ബാക്കിൽ കാക്കി ശ്രീ വരുന്നുണ്ട്, അമലേട്ടന് 5 ഫ്രണ്ടിൽ പോയി ഗൈസ്. അമലേട്ടന് 5 ഗൈസ് പോളാം. നല്ല തണുപ്പുണ്ട്, നല്ല രസമുണ്ട്. നല്ല അടിപൊളി റോഡും കൂടെ കമലായിട്ട് ഞങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഏതോ റബ്ബർ തോട്ടത്തിന് നടുവിലൂടെ നല്ല റോഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂട്ട് അമലിന് അറിയുന്ന ഏതോ റൂട്ടാണ് അല്ലേ? ഗൈസ് ഇതിന്റെ സൈഡിൽ മൊത്തം റബ്ബർ തോട്ടാണ്. അതിന്റെ നടുവിൽ കൂടെ ഉള്ള റോഡിലൂടെയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യം വയനാട്ടിലൊക്കെ പോലെ തന്നെ തണുപ്പ്. നല്ല രസമുണ്ട്. തിരിച്ച് വീട്ടിലെത്തി. ഷാമി എങ്ങനെ ഉണ്ടായിരുന്നു റൈഡ്? അടിപൊളി ഗൈസ്. ഞാൻ ഈ കണ്ടീഷനിൽ വന്നിട്ട് ഞാനല്ലെങ്കിൽ കോഴിപ്പോയി.